ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ UN സംഘടനയുടെ പോഷക സംഘടനയായ യുണിഡോയിലെ ഒരു ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ മാങ്കുളത്തിൽ സിറ്റി, ഞങ്ങളുടെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗമായിട്ട് അറിയപ്പെടുന്ന മാങ്കുളം സിറ്റിയിൽ സ്കൂളും പള്ളികളും മറ്റ് ആരാധനാലയങ്ങളും പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും എല്ലാം ഉള്ള കുറച്ച് സൗകര്യമുള്ള അവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഈ നൂറ്റാണ്ടിൽ ഇത്രയധികം കഷ്ടപ്പെടുന്ന ജനങ്ങൾ ഉണ്ടോ, പ്രത്യേകിച്ച് ഈ കേരളത്തിൽ. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ പഴയ ആലുവ മൂന്നാർ റോഡിൽ കൂടെ മാങ്കുളത്തൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിൽ വാഹന സർവീസുകളും വാഹന ഗതാഗതങ്ങളും ഉണ്ടായിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ 50 വർഷമായി കേരള ഗവൺമെൻറ്റിൻ്റെ യാതൊരു എല്ലാ രീതിയിലുള്ള അവഗണന മുഖാന്തരം ഞങ്ങൾ കൂടുതൽ കഷ്ടപ്പെടുകയാണ്. നാളിതുവരെയായിട്ട് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് പണി പൂർത്തിയാക്കിയ റോഡുകളൊന്നും കടന്നു വന്നിട്ടില്ല. വെറും 12 കിലോമീറ്റർ റോഡ് മാത്രമാണ് ടാർ ചെയ്ത് മുഴുവൻ പഞ്ചായത്തിനായിട്ട് നൽകിയിട്ടുള്ളത്. ആരോഗ്യ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശുപത്രി തേടി പോകണമെങ്കിൽ ഞങ്ങൾക്ക് 35 കിലോമീറ്റർ ദൂരെയുള്ള അടിമാലി മാത്രമാണ് ഏക ആശ്രയം. അടിമാലിയിൽ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് രോഗികളായിട്ടായിരിക്കില്ല, മരിച്ചുപോയ അവസ്ഥയിൽ ധാരാളം വ്യക്തികൾ വന്ന അവസ്ഥകളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ 10ഉം 12ഉം കിലോമീറ്റർ നടന്നു വന്നാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ് പൂർത്തിയാക്കിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന ലോകം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഒരു +2 കോഴ്സ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ അനുവദിക്കാത്തതാണ് ഇത്. ഞങ്ങൾക്ക് ഒരു +2 കാണണമെങ്കിൽ ഈ 35 കിലോമീറ്റർ ദൂരത്തിൽ അടിമാലി മാത്രമാണ് ഏക ആശ്രയം. മറ്റ് വൈദ്യുതിയും ടെലിഫോൺ സൗകര്യവും ഇന്നും ഞങ്ങൾക്ക് സ്വപ്നമാണ്. ഞങ്ങളുടെ നാടിന് മറ്റൊരു ബഹുമതി കൂടി ഉണ്ടായിരുന്നു. ഒരു MP-യും കാലുകുത്താത്ത നാടെന്ന ബഹുമതി ഉണ്ടായിരുന്നു. ആ ബഹുമതി അടുത്ത കാലത്ത് ശ്രീ ഫ്രാൻസിസ് ജോർജ് തിരുത്തി കുറിക്കുകയുണ്ടായി. അദ്ദേഹം ഞങ്ങളുടെ മുക്കിലും മൂലയിലും കടന്നു വന്ന ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്നും 50 വർഷം കേരളത്തിൽ പുറയിലാണ്. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇതിനുവേണ്ടി നടപടികൾ സ്വീകരിച്ച ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറ്റുവാനുള്ള അടിയന്തര നടപടി